ഹരിപ്പാട് മണ്ഡലം ആരുടെ മണ്ഡലമാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ കാർത്തികപ്പള്ളി യു പി സ്കൂളിൽ അദ്ദേഹമാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന നല്ല കാര്യം. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന പ്രവേശനോത്സവത്തിൽ SFIക്കാർ അവിടുത്തെ വരുന്ന വിദ്യാർത്ഥികൾക്ക് മുട്ടായി കൊടുക്കാൻ വേണ്ടി പോയി. എല്ലാ സ്കൂളിലും SFIക്കാർ മുട്ടായി കൊടുക്കാൻ പോകില്ലേ? എല്ലാ സ്കൂളിലും കുഞ്ഞുങ്ങളെ വരവേക്കാൻ ഗവൺമെന്റിനോടൊപ്പം അത് ആര് ഭരിച്ചാലും SFIക്കാർ ഉണ്ടാവില്ലേ? അങ്ങനെ മുട്ടായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് വന്നിട്ട് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ മുട്ടായി കൊടുക്കാൻ പാടില്ല. മന്ത്രി പോയിട്ട് നിങ്ങൾ മുട്ടായി കൊടുത്തു എന്നാണ് പറയുന്നത്. ആരുടെ മണ്ഡലത്തിലാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ്. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? എല്ലാവരും കൂടി ചേർന്നല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ വരവേക്കുന്നത്? എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നല്ലേ? പ്രവേശനോത്സവമല്ലേ, അല്ലാതെ ഗവൺമെന്റിൻ്റെതായ ഏതെങ്കിലും നയപരിപാടി അല്ലല്ലോ. പ്രവേശനോത്സവമാണ്, എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഉത്സവമാണ്. അവിടെ പോലും രാഷ്ട്രീയം കണ്ടെത്തി SFIക്കാരെ പ്രത്യേകം മാറ്റി നിർത്തി അവരെ അറസ്റ്റ് ചെയ്ത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് എക്സസൈസാണ് SFIക്കാർ നടത്തുന്നത്. ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ അദ്ദേഹത്തെ എന്ത് പറഞ്ഞും കളിയാക്കിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ കളിയാക്കലും തുറന്ന മനസ്സോടെ SFI സ്വീകരിക്കും. പക്ഷേ കളിയാക്കലിനോടൊപ്പം ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ കഴമ്പുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കാൻ തയ്യാറാവണം. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി എല്ലാവരും കൂടി ചേർന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തണം. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ED ആക്രമിച്ചു. കേരളത്തിലെ പല മാധ്യമങ്ങളും ഇന്നലെ കൊടുത്ത വാർത്ത ED ജില്ലാ പ്രസിഡന്റ് ആക്രമിച്ചു എന്നാണ്. പക്ഷേ പോലീസ് തന്നെ പറഞ്ഞു ED ആക്രമിച്ചതിനകത്ത് SFI ജില്ലാ പ്രസിഡന്റ് ഇല്ല. പല മാധ്യമങ്ങളും തിരുത്തി വാർത്ത കൊടുത്തില്ല. നിങ്ങളത് കൊടുക്കും, ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. നിങ്ങളും പലപ്പോഴും അത്തരം വാർത്തകൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഉദ്വേഗജനകതയോടുകൂടി യഥാർത്ഥ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ തിരിച്ച് മാറ്റി പറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾ കഴിയുമെങ്കിലും തിരുത്തി കൊടുക്കുക. അവർ ED ആക്രമിച്ച കേസിൽ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏത് കേസാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ കേസെടുത്തോട്ടെ. അതിനെയൊക്കെ അതിജീവിച്ച് കേരളത്തിൽ SFI സംഘടനാ പ്രവർത്തനം നടത്തും. ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ആ പോരാട്ടം ഞങ്ങൾ